ഈ അലമാര, ബഷീറിൻ്റെ പ്രേമലേഖനം, അങ്ങനെ 2-3 പടങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഇതിൻ്റെ ഇടയിലാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആലോചന ഉണ്ടാകും. കാരണം നായകൻ ഒരു സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ ഇപ്പം തന്നെ ഓടിപ്പോയി നായകൻ ചെയ്യണ്ട, ഈ ചെറിയ ചെറിയ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഇത് സെൻട്രൽ ക്യാരക്ടറാണ്. ഇത് കൊണ്ടുവന്നത്, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് മിഥുനും പ്രജിത്തുമാണ്. അപ്പോൾ അവർ സിനിമ എഴുത്തുണ്ട്, അസോസിയേറ്റ് ആവാനായിട്ടുള്ള ഒരു സിനിമയിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഇതൊരു ചാൻസാണ്. ഇപ്പം ഞാൻ ഡേറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർ ആ സിനിമയിൽ വർക്ക് ചെയ്തേക്കാം. പക്ഷെ എന്നാലും അവരുടെ കെയർ ഓഫിൽ നമ്മൾ പോയാൽ അവർക്കൊരു പേരാണ്. അപ്പോൾ അവർ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. സിനിമ നിർബന്ധിക്കുന്നത് സ്ട്രെയിറ്റ് അല്ലെങ്കിലും ചേട്ടൻ ചെയ്താൽ ഞങ്ങൾക്കും ഗുണമാണ് എന്നുള്ള രീതിയിൽ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കഥ പറഞ്ഞു. കഥ ഗംഭീര കഥയാണ്. പക്ഷേ ഇദ്ദേഹം ദിലീപേട്ടൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പല സിനിമകളിൽ സിനിമയുടെ പുറകിലെ കാര്യങ്ങൾക്ക്, പ്രൊഡക്ഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് സിനിമയായിട്ട് ബന്ധമുള്ള ആളാണെന്നൊക്കെ അറിയാം. പക്ഷേ പുതിയ സംവിധാനം നമ്മളെന്താ ചെയ്യുക, നമുക്ക് എങ്ങനെ ഡേറ്റ് കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു പേടി. അതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളിൽ ഈ ഓൾറെഡി പടം ചെയ്തിട്ടുള്ള ആളുകളുടെ ആണെങ്കിൽ അവരുടെ റെഫറൻസ് നമുക്ക് ആ സിനിമ കാണാം, അവരെങ്ങനെയാണ് സിനിമ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ പുതിയ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് സൂക്ഷിക്കണം, നീ ഒന്ന് വന്ന് സ്റ്റഡി ആവുന്നുള്ളൂ, അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പല പല രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് പേടിച്ച് നിന്നു. വ്യാസൻ ചേട്ടനെ കണ്ടു. വ്യാസൻ ചേട്ടൻ കഥ പറഞ്ഞു. അത് എനിക്ക് അടുത്തറിയാവുന്ന കഥയാണ്, ഇത് മണികണ്ഠന് ചെയ്താൽ നന്നാവും. മുരുകൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. വൈപ്പിലുള്ള ഒരു മത്സ്യത്തൊഴിലാളി. ഇയാളുടെ വലിയൊരു ആഗ്രഹം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് ഇനി അയാളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഗോവ കാണുക എന്നാണ്. ഇപ്പോൾ ഈ ഗോവ കാണാനുള്ള കാരണം, അല്ലെങ്കിൽ ഗോവ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇയാളുടെ ഒരു സുഹൃത്ത് ചേട്ടൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയിട്ട് ഗോവയെക്കുറിച്ചുള്ള കഥകളും ഗോവയിലെ ഫെനിയും പിന്നെ ഗോവയിലെ സ്ത്രീകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഇയാളുടെ ഒരു ആവേശമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇയാൾ ഗോവയിൽ പോകാൻ വേണ്ടി തയ്യാറാവുന്നു. ഇയാളുടെ കൂട്ടുകാരൊക്കെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇയാൾ മലയാളം പറയാനും കേൾക്കാനും അല്ലാതെ വേറെ ഒരു വിദ്യയും ഇയാളുടെ കയ്യിലില്ല. വേറൊരു ഭാഷയില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. അത് ഏകദേശം ഞാനുമായിട്ട് അപ്പോൾ അങ്ങനെ ഗോവയിൽ ചെല്ലുന്ന മുരുകൻ കറങ്ങി തിരിഞ്ഞ് അലഞ്ഞ് ഭാഷ അറിയാതെ അലയുന്നു. അവിടെ ഒരു എഴുത്തുകാരനായിട്ട് അഭിനയിക്കുന്നത് വിജയ് ബാബുവാണ്, പ്രൊഡ്യൂസർ വിജയ് ബാബു. അപ്പോൾ വിജയേട്ടനായിട്ട് അങ്ങനെ ബന്ധം വരുന്നു. സത്യത്തിൽ എന്താ പറയുക, സിനിമയിൽ എന്താണോ അത്രയും ഇല്ലെങ്കിലും പുറകിൽ ഈ ഗോവ കൊണ്ടുപോയി എനിക്ക് കാണിച്ചു തരുന്നതും എനിക്ക് സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നതൊക്കെ വിജയേട്ടനായിരുന്നു. എൻ്റെ ഒരു ഗുരു. ഞാൻ ഗുരു എന്നാണ് വിളിക്കുന്നത്. കാണുമ്പോൾ ഗുരു എന്ന് വിളിക്കും. ശിഷ്യ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കും ഇപ്പോഴും. അപ്പോൾ വിജയേട്ടനാണ് അതിൽ എഴുത്തുകാരൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ആ സിനിമ. നല്ല ഗംഭീര കഥയായിരുന്നു. നന്നായിട്ട് തന്നെ അത് ഹരിയേട്ടനാണ്, ഹരി നായർ, അദ്ദേഹമാണ് അതിൻ്റെ ക്യാമറ. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ചിത്രീകരണം പൂർത്തിയായി. ഗോവയിൽ പോകുന്നത് ഫ്ലൈറ്റിലാണ്. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ എയർപോർട്ട് അപ്പോൾ കൈയും കാലമൊക്കെ ഇങ്ങനെ വിറയ്ക്കുക. കാരണം ഒറ്റയ്ക്ക് കയറണമല്ലോ, ആ പടി വരെ ആളുള്ളൂ, കൂട്ടുകാരുള്ളൂ, അല്ലെ മനോജേട്ടനുള്ളൂ. അതിൻ്റെ അകത്തേക്ക് പോയിട്ട് വർത്തമാനം പറയണ്ടേ, ഇത് ഇംഗ്ലീഷ് വേറെ എന്തെങ്കിലും, എന്താ ഭാഷ, എന്താ ചോദിക്കാൻ പോണ ഒന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു മലയാളി, ഇവിടെ തന്നെയാണ്, കൊച്ചിയിലാണ്. അപ്പോൾ നമ്മളെ അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് വന്നു. ചേട്ടാ എവിടെ പോകണു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ബാംഗ്ലൂർ വിറച്ച് നിൽക്കുക. എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയില്ല, ഇതെങ്ങനെയത് ഈ പെട്ടി വിടണം, അതായത് ചെക്കിങ്ങിൽ വിടണം, പിന്നെ ഈ ബോർഡിംഗ് പാസ് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഈ ചങ്ങാതി ചെയ്തു തന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രീ ആയി. ഇനി ഇതിലേ പോയാൽ അവിടെ ഗേറ്റ് വരെ അവിടെ പരിശോധന, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാമെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടു. ഞാനിങ്ങനെ വിമാനത്തിൽ കയറാൻ പോവാണ്,
ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനം, ആ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ കയറുകയാണ്. അത് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ഒരു ഫീലുണ്ട്, അത് ഭയങ്കര ഒരു സുഖമാണ്, ഭയങ്കര രസമുള്ളൊരു ഫീലാണ്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ആ പ്രതീക്ഷകൾക്ക് ഓപ്പോസിറ്റാണ് വന്നത്. പിന്നീട് ആ സിനിമയിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇനി അതിലെന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വ്യാസൻ ചേട്ടൻ ആ സിനിമ മാക്സിമം ഫെസ്റ്റിവലുകൾക്ക് അയക്കുകയും അത് പഞ്ചാബ് നാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അത്യാവശ്യം സിനിമകൾ ഇന്ത്യയിലെയും പുറം നാട്ടിലെയും സിനിമകൾ, വിദേശത്തെയും സിനിമകൾ മത്സരിച്ച ഒരു ഫെസ്റ്റിവലിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അപ്പോൾ അതൊരു വണ്ടറായിരുന്നു. കാരണം നമ്മളത് വിട്ട ഒരു സിനിമയായിരുന്നു. കാരണം ഇവിടെ അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. പിന്നീട് ഈ സിനിമ യൂട്യൂബിൽ കണ്ടിട്ട് അതിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാകും. കാരണം ഇവർ ഈ കമൻ്റ് എഴുതുന്നവരൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. തിയേറ്ററിൽ അത് ആളെ എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരാജയം. ഗംഭീര സിനിമ എന്നുള്ള നിലയിൽ തന്നെയാണത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. എൻ്റെ ഗുരുവായിട്ടുള്ള ഉണ്ണി പൂണിത്തറയ്ക്ക് ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞത് കമ്മട്ടിപ്പാടത്തേക്കാളും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യമുള്ളൊരു സിനിമയാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന വ്യാസൻ എടവനക്കാടൻ സംവിധാനം ചെയ്ത സിനിമ. അലമാര ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. അലമാരയിൽ ഈ പറഞ്ഞ സണ്ണി വെയിൻ കമ്മട്ടിപ്പാടത്തിലുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല. ഞങ്ങളുടെ എപ്പിസോഡല്ല. സണ്ണി വെയിൻ്റെ ഒരു വലിയ എപ്പിസോഡ് ഈ കമ്മട്ടിപ്പാടത്തു നിന്ന് കട്ടായി എഡിറ്റിങ്ങിൽ പോയിട്ടുണ്ട്. കമ്മട്ടിപ്പാടം വലിയ 4 മണിക്കൂറടുത്തോളം വരുന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അതിൽ പോയൊരു എപ്പിസോഡാണ്. അപ്പോൾ സണ്ണിയാണ് അതിൽ നായകൻ. സണ്ണിയുടെ അമ്മാവനായിട്ടാണ് ഞാൻ അവതരിപ്പിക്കേണ്ട ക്യാരക്ടർ, സുപ്രമാമൻ. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ക്യാരക്ടർ പിടിക്കാനുള്ള കാരണം അത് തന്നെയാണ്, കോമഡിയാണ്, ഫുൾ കോമഡി ക്യാരക്ടറാണ്. അതിൽ അജു ഉണ്ട്, പിന്നെ സുധിച്ചേട്ടൻ എൻ്റെ പഴയകാല സുഹൃത്ത് തന്നെയാണ്. സുധിച്ചേട്ടൻ ആമേനിൽ വരുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഇതേപോലെ സന്തോഷിക്കുകയൊക്കെ ചെയ്തതാണ്. കാരണം നമുക്കറിയാവുന്ന ഒരാൾ കയറിയേക്കുന്നു, സുധീകോപ്പയാണ് പറഞ്ഞത്. പിന്നെ അതിഥി രവി എന്ന അതിഥിയാണ് അതിലെ നായിക. അതിഥിയുടെ ആദ്യത്തെ സിനിമ അലമാരയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും കൂട്ട് ആ സിനിമയിൽ അതിഥിയായിട്ടായിരുന്നു. അതിഥി എൻ്റെ ഒരു കുഞ്ഞു പെങ്ങളായിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിനർ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുള്ളതുകൊണ്ട് പുതിയ ആളുകളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ അഭിനയം പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് അവർക്ക് ആവശ്യമുണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ നോക്കില്ല. നമുക്ക് ഈ പഠിപ്പിക്കും തോറും പറഞ്ഞു കൊടുക്കും തോറും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരേന്നിങ്ങനെ അതും ഇതൊക്കെ എക്സസൈസും അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഒട്ടും ബോറടിക്കാതെ, അതൊരു ശല്യമായിട്ട് തോന്നാതെ എന്നെ ഇപ്പോഴും അതിഥി കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിഥിയായിട്ട് ഇപ്പോഴും ആ ചേട്ടൻ എന്ന് പറയുന്നൊരു സ്ഥാനം അതിഥി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സിനിമയിലുള്ള രഞ്ജിത്ത് സാറാണ്, രഞ്ജി പണിക്കർ, പിന്നെ സീമാജി നായർ എൻ്റെ നാട്ടുകാരിയാണ്, തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. ആ സിനിമ ചിത്രീകരണം കഴിഞ്ഞു. ബാംഗ്ലൂർ കുറേ കറക്കമുണ്ടായിരുന്നു. ബാംഗ്ലൂർ വെച്ചിട്ടൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയുണ്ടായിരുന്നു. അടി നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഇപ്പോൾ ഞാൻ പറയുമ്പോഴേ അവരും അറിയുള്ളൂ. കാരണം ആരോടും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് പറ്റിയൊരു അമളിയായ കാരണം നാണക്കേടുള്ളതുകൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് നാണക്കേട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ഇത്ര വർഷമായില്ലേ. വേറൊന്നുമല്ല, അവിടെ കുറച്ച് മലയാളി പിള്ളേർ ആരാധകർ വന്നുകൂടി. അപ്പോൾ അത്യാവശ്യം വലിയ റൂമൊക്കെയാണ് എനിക്ക് എടുത്ത് തന്നേക്കണം. ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർ വിളിച്ചിട്ട് ചേട്ടാ റൂമിലെത്തി വന്നു കഴിഞ്ഞാൽ റൂമിൽ വരും. പിന്നെ അടി. അത് കഴിഞ്ഞ് ഇവർ മറ്റേ
ബാറിൽ കൊണ്ടുപോവാം, ഡാൻസ് കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകും. അവിടെയൊക്കെ കറങ്ങി നടക്കും, അടിച്ച് ഫിറ്റായി. അപ്പോൾ ഈ ഒരു 3-4 കഴിഞ്ഞ് പെട്ടെന്ന് ആളുകളെ അങ്ങോട്ട് വിശ്വസിക്കുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ ഈ പേഴ്സ് എടുത്ത് കൊടുക്കുക, ATM കാർഡ് എടുത്ത് കൊടുക്കുക, നമ്പർ പറഞ്ഞു കൊടുക്കുക. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം എന്നെ അടിച്ച് ഞാൻ വന്ന് കിടന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നേരം വെളുക്കുമ്പോൾ പിള്ളേരാരുമില്ല, എല്ലാവരും പോയിട്ടുണ്ട്. ഈ പേഴ്സ് നോക്കുമ്പോൾ ആദ്യം പേഴ്സ് നോക്കുന്നില്ല, മൊബൈലും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ റെഡിയായി ഇറങ്ങാനുള്ള ഇതിൽ നോക്കി പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ ATM കാർഡ് കാണാനില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, കാർഡ് കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ മനോജേട്ടനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഫോണിൽ മെസ്സേജ് വരുമല്ലോ, നമ്മളുടെ ഒരു 50,000 രൂപ അടുത്തോളം ഇതിൽ നിന്ന് ഒരു പർച്ചേസിങ് നടത്തിയേക്കുന്നു. ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം പിള്ളേരെ ഒന്നും വിളിച്ചിട്ട് കിട്ടുള്ള. പിന്നെ അതിലൊരുത്തനെ എടുത്തപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഇത്ര മണിക്കൂറിനുള്ളിൽ എനിക്കത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാനത് കേസാക്കും, അതാവും ഇതാവെന്നൊക്കെ പറഞ്ഞ് അത് വിളിച്ച് സംസാരിച്ചു. അത് പൈസ തിരിച്ചിട്ടു. പക്ഷേ ഈ അമിതമായിട്ട് ആളുകളെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പണി ഈ മദ്യപാനത്തിൻ്റെ ഒരു പരിചയമില്ല. അന്ന് അവിടെ ഷൂട്ടിങ്ങിന് പോയി കണ്ട പിള്ളേരാണ്. അവരുടെ അടുത്ത് സകലതും കൊടുത്ത്. അപ്പം അതിലൊരുത്തന് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അവൻ കള്ളനല്ല, അവൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടാണ് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ ഞാനിപ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. അവൻ്റെ ഒരു സാഹചര്യം തരണം ചെയ്യാനായിട്ട് അവന് ഇത് ചെയ്യേണ്ട വന്നു. ബാക്കി ആർക്കും അതിലൊരു പങ്കില്ല. അവരെല്ലാവരും അവനെ ഒറ്റപ്പെടുത്തുകയും അത് തിരിച്ചിടാൻ പ്രേരിപ്പിക്കുകയും എനിക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് ഇട്ട് തരികയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവൻ ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവനൊരു ഫ്രോഡാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഈ വന്നു കയറുന്ന ആളുകൾക്ക് നമ്മുടെ പെരക്കകത്ത് കയറ്റി ഇരുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് നോക്കണം. മനുഷ്യരെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളൊരു പാഠം പഠിച്ചത് അലമാര സിനിമ ഷൂട്ടിങ്ങിൽ വെച്ചിട്ടാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അങ്ങനെ അവിടെ നിന്ന് പോന്നു. സിനിമ ഡബ്ബിങ് ആയി, ഡബ്ബൊക്കെ ചെയ്തു. ഈ പറഞ്ഞ പോലെ സിനിമ ഇറങ്ങി. കമ്മട്ടിപ്പാടത്തിനോട് തുല്യമായൊരു വിജയം. എനിക്ക് കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ട്രാവലിംഗ് കിട്ടുമെന്ന ഒരു ധാരണ. കാരണം കയ്യിൽ നിന്നുള്ള കുറേ പെർഫോമൻസുകൾ ഇതിന് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറായി തന്നെ നിൽക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം. അപ്പോൾ അങ്ങനെ വന്നു. അലമാരയും വലിയ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അലമാരയിൽ എനിക്ക് പിന്നൊരു ഗുണം കിട്ടിയത്, ആദ്യമായിട്ട് വിദേശയാത്ര നടത്തുന്നത് അലമാര സിനിമ കാരണമാണ്. ദുബായിക്ക് പോകുന്നു. പല യാത്രകളും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അത് സ്വയബോധത്തോടു കൂടി ആയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര മാത്രമാണ് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ പതുക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ കയറുന്നതിന് മുമ്പേ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ ഇത് കിട്ടുമല്ലോ, ഫ്ലൈറ്റിൽ നിന്ന് ചെറുത് കിട്ടി. അത് കഴിഞ്ഞ് ചെന്ന് ഇറങ്ങി ഉടനെ കഴിച്ചു. പിന്നെ റൂമിൽ ചെന്ന് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ കുളിച്ച് തിയേറ്ററിൽ പോയി അവർ ഒരുക്കി വെച്ചിട്ടുള്ള ഫങ്ഷൻ തീർത്തു. പിറ്റേ ദിവസം അവിടെ നിന്ന് വന്നു, പിന്നെയും കൂടി. പിന്നെ പിറ്റേ ദിവസം കയറിപ്പോയിരുന്നു. ദുബായ് എന്ത് കണ്ടു എന്ന് വെച്ചാൽ ഒന്നും കണ്ടില്ല. എന്നാൽ ദുബായി പോയി. അങ്ങനെ ഒരു പോക്ക്. അങ്ങനെ പോയിട്ട് വന്നു. അത് കഴിഞ്ഞ് സിനിമ റിലീസായി. സിനിമ പറഞ്ഞത്ര നമുക്ക് ഗുണം ചെയ്തില്ല, ഒരു സന്തോഷം ഉണ്ടാക്കിയില്ല. എന്നാൽ പരാജയം ഭയങ്കര ബോർ സിനിമയല്ല, നല്ല സിനിമയാണ്. അതിന് ഒരു കൂട്ടം ഇപ്പോഴും എന്നെ സുപ്രമാമൻ എന്ന് വിളിക്കുന്ന, ഈ ബാലൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതലെങ്കിലും സുപ്രമാമൻ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടമുണ്ട്. കുറേ ചേച്ചിമാരുടെ ആരാധന അല്ലെങ്കിൽ അമ്മമാരൊക്കെ കണ്ട സിനിമ അതാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഫാമിലിയിലേക്ക് എന്നെ കയറ്റിയ ഒരു സിനിമ അലമാര, സുപ്രമാമനാണ്, ആ ക്യാരക്ടറാണ്. പിന്നെ വരുന്നത് എസ്രയാണ്. എസ്ര JK
ഡയറക്ടർ ഈ രാജീവേട്ടൻ്റെയൊക്കെ ഒരു സുഹൃത്ത് വലയത്തിലുള്ള ഒരാളാണ്. അങ്ങനെയാണ് ആ എൻക്വയറി വരുന്നത്. എസ്രയിൽ ആദ്യം ഒരു ക്യാരക്ടറായിരുന്നു, ഒരു വഞ്ചിക്കാരനായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര് വെച്ചിട്ടാണ് എൻ്റെ ഫോട്ടോ ഒട്ടിച്ചിരുന്നത്. അത് എറണാകുളത്താണ് അതിൻ്റെ ഫ്ലാറ്റ് ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ പോകുന്നു. ഈ ഇതേപോലെ തന്നെ കമ്മട്ടിപ്പാടം പോലെ തന്നെ അതിൻ്റെ ഭയങ്കര ഡീറ്റെയിലിംഗ് വർക്കുകളാണ്. അതിന് സെക്ഷൻ തിരിച്ച് കാസ്റ്റിങ്ങിനൊരു ടീം, അങ്ങനെ വലിയൊരു സെറ്റപ്പാണ് ആ സിനിമ. അപ്പോൾ അതിലെൻ്റെ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എനിക്ക് കുറച്ചധികം സിനിമകൾ വരുന്നു, ഈ പ്രോഗ്രാംസ് വരുന്നു. അപ്പോൾ ഡേറ്റിൻ്റെ ഒരു വിഷയം വരുന്നു. പിന്നെ അത് മാത്രമല്ല, JK സാർ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ കമ്മട്ടിപ്പാടം ഇത്രയും പീക്ക് അടിച്ച് ഇരിക്കുകയല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സും നീ അത്യാവശ്യം സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ചെയ്തേക്കണത്. അപ്പോൾ ഇത് അങ്ങനെ ഇല്ല, ഒരു ചെറിയ ക്യാരക്ടറാണ്. സിനിമയ്ക്ക് ഇത് നീ ചെയ്താൽ നന്നായിരിക്കും, പക്ഷേ നിനക്കത് അത്ര ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞു. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധാരണ ആരും അങ്ങനെ തുറന്നു പറയില്ലല്ലോ. അവർ ഉപയോഗിക്കുക, അവരുടെ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നാട്ടുകാർക്ക് അറിയാവുന്ന മുഖങ്ങൾ വെക്കുക എന്നല്ലേ നോക്കുകയുള്ളൂ. പക്ഷേ JK നേരെ ഓപ്പോസിറ്റ് പറയുന്നു. എനിക്കങ്ങനെ അദ്ദേഹവുമായിട്ടൊരു ബന്ധം, ഒരു ആത്മബന്ധം ഉണ്ടാകുന്നു. കാരണം നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നു. ഈ നടന് ഇപ്പം ഇത് ചെയ്തിട്ട് ആ നടന് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സിനിമയ്ക്ക് ആ ഒരു രംഗം പറഞ്ഞു പോകാൻ ഒരാൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതായത് നല്ല നല്ല പീക്കിൽ നിൽക്കുന്നു. ഒരുപാട് സിനിമകൾ പുറത്ത് തമിഴിൽ നിന്നൊക്കെ സംസാരങ്ങൾ വരാനുള്ള സാധ്യതയുള്ളൊരു ആർട്ടിസ്റ്റാണ് എന്നൊക്കെ അദ്ദേഹം കണ്ടിട്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കുകയും, അപ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. എനിക്കത് കുഴപ്പമില്ല, ഞാൻ നിൽക്കാൻ. ഇല്ല, നീ ഇപ്പോൾ തൽക്കാലം നമുക്ക് അടുത്ത പടത്തിൽ കൂടാടൂ എന്ന് പറഞ്ഞു. അങ്ങനെ എസ്രയിൽ പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മണി, നിനക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനമുണ്ട്, ഇതിൻ്റെ ഒരു ടൈലൻ്റ് ഉണ്ട്, നമുക്ക് സെക്കൻഡ് പാർട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ. സെക്കൻഡ് പാർട്ടിനെ കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല, നമുക്കൊരു ടൈലൻ്റ് പോലൊരു സാധനം നീയും ബാലുവായിട്ട് ചെയ്യാനായിട്ട് ഒരു സാധനം നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് അത് കേട്ടു. അത് ബോംബെയിൽ ഒരു 2 ദിവസം അതിന് ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. ബോംബെയിൽ അങ്ങനെ ആദ്യമായിട്ട് ബോംബെയിൽ പോകുന്നത് എസ്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ബോംബെയിൽ ആ ബീച്ചുണ്ടല്ലോ, ക്ലാവർ പോലത്തെ കല്ലുകൾ നിരത്തിയിട്ടിരിക്കുന്നത്, അവിടെ ബാലു വന്നു. ബാലു അപ്പോൾ നമ്മുടെ എന്താ പറയുക, ബാലുവിന് അതിനു മുമ്പ് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഈ ബാലൻ ചേട്ടനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബന്ധമാണ്. ആ ബന്ധം മണികണ്ഠന് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം ഒരാളെ പരിചയപ്പെടാൻ അധിക സമയം വേണ്ട. അവർ ആ ബാലൻ ചേട്ടനെ കാണുന്ന പോലെ എന്നെ കാണുന്നത്. അത് ചിലപ്പോൾ ഒക്കെ ഇപ്പോഴും വയറ്റിൽ വന്നിങ്ങനെ കുത്തുക, ഇങ്ങനെ പിച്ചുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഞാനത് മനസ്സിലാക്കുക ഇത് എന്നെയല്ല ബാലൻ ചേട്ടനെയാണെന്ന്. അങ്ങനെ ഞാനത് ക്ഷമിക്കും. അവർക്ക് ആ ബാലൻ ചേട്ടനോടുള്ള ഒരു അധികാരമുണ്ട്, ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഈ ബാലുവിന് ഈ ബാലൻ ചേട്ടനുമായിട്ടുള്ളൊരു പരിചയത്തിൽ ബാലു വന്ന് പെട്ടെന്ന് മിങ്കിളായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ സീൻ ചെയ്തു. അത് ഈ ദാസനും വിജയനും പോലെ 2 പേര്, 2 മലയാളികൾ ബോംബെയിൽ എന്തെടുത്ത് കടത്തും എന്നുള്ള ആലോചനയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരു പെട്ടി ഒഴുകി വരുന്നു. ആ പെട്ടി തുറക്കുന്നു. അവിടെ വെച്ച് തീരാണ് എസ്ര. എന്നാലും അത് അത്യാവശ്യം പൃഥ്വിരാജ് അദ്ദേഹമായിരുന്നല്ലോ അതിൻ്റെ നായകൻ. അപ്പോൾ ജനം കണ്ടു. പിന്നെ എന്താ പറയുക, ഇത് പടം എല്ലാം തീർന്നതിന് ശേഷം ഈ പേരെഴുതി ഒരു സൈഡിൽ പേരെഴുതി കാണിക്കുമ്പോഴാണ് ഈ സീൻ നടക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ അതിന് മുമ്പ് ഇറങ്ങിപ്പോകും. അപ്പോൾ അത് കാരണം അത് കണ്ട് അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര പെർഫോം ചെയ്യാനുള്ള സീനും ഇല്ല. അതങ്ങനെ പോയി. അത് വലിയ ഗുണം മീൻസ് അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീടൊരു സെക്കൻഡ് പാർട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇവരതിൽ ഉണ്ടാവുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ നമുക്കുള്ള സന്തോഷം അത് തന്നെയായിരുന്നു, നമ്മളങ്ങനെ ആലോചിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കും ബാലുവിനും ഉണ്ടായിരുന്നു. പിന്നീട് ആ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഇനി വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ്. ദുഃഖകരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാരിദ്ര്യം അതിനൊക്കെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ
കൃത്യമായ ഒരു ബ്രേക്കായി, സാമ്പത്തികം വരാൻ തുടങ്ങി, സന്തോഷം വന്നു. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാലുള്ള ആ കുരുത്തക്കേടുകളൊക്കെ അപ്പോഴും ഉണ്ട്. എങ്കിലും ഇത് കഴിച്ചാൽ മാത്രമേ വീട്ടുകാരോടുള്ള വൈരാഗ്യം, ദേഷ്യവും അങ്ങനെയൊക്കെ വരാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ വല്ലാത്ത കുറ്റബോധവും സങ്കടവും, അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും ഒക്കെ ചെയ്യും. പിന്നെ അമ്മയെ സന്തോഷിപ്പിക്കണം, വീട്ടുകാരെ സന്തോഷിപ്പിക്കണം, വീട്ടുകാർക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോന്നലൊക്കെ വന്നു. അങ്ങനെ അമ്മയുടെ പിറന്നാൾ ഉത്രത്തിനാണ്. ശ്രീ പൂർണ്ണത്രയീശൻ്റെ നാൾ ഉത്രമാണ്. ഞങ്ങളുടെ ദേശനാഥൻ വെല്ലിയമ്പലം പൂർണ്ണത്രയീശ ക്ഷേത്രം. അപ്പോൾ അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ക്ഷേത്രവാസിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഉത്രത്തിന് സദ്യ അവിടെ വെല്ലിയമ്പലത്തിൽ വലിയ സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സദ്യ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. അമ്മയെ ഇതുവരെ ഞെട്ടിച്ചിട്ടില്ല, സന്തോഷം കൊണ്ട് ഞെട്ടിച്ചിട്ടില്ല, അല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്, പല പല രീതിയിലും ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയൊന്ന് സന്തോഷിപ്പിച്ച് ഞെട്ടിക്കണം എന്ന് പറഞ്ഞ് ഭീമാ ജ്വല്ലറിയിൽ, തൃപ്പൂണിത്തുറ ഭീമാ ജ്വല്ലറി കയറിയിട്ട് അമ്മയ്ക്ക് ഒരു മാലയും അതേപോലെ ഒരു പൂർണ്ണത്രയീശൻ്റെ ഒരു മോതിരവും ഒരു ലക്ഷ്മി വളയും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പൈസയ്ക്ക് വാങ്ങി അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് പറഞ്ഞ പോലെ തന്നെ അത് ആ ആഭരണം ഇടുന്നതിൻ്റെ അല്ല കിട്ടിയതിൻ്റെ സന്തോഷമല്ല, മകൻ്റെ ഒരു മാറ്റം അമ്മ കാണുന്നു, സ്വയംഭോഗത്തോടെ വരുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മനസ്സുണ്ടാവുന്നു എന്നൊക്കെ പറയുന്ന മാറ്റത്തിൽ അമ്മ സന്തോഷിച്ചിരുന്നു, ചിരിച്ചു, സന്തോഷിച്ചു. പിന്നീട് പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇടയ്ക്ക് അമ്മ തന്നെ അല്ലെങ്കിൽ അമ്മയടുത്ത് അത് ഒന്ന് മറയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്, തരാറുണ്ട്. എന്നാലും അത് കൊടുക്കാൻ കഴിഞ്ഞു. അമ്മയ്ക്ക് സാരി വാങ്ങിച്ചു കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് വണ്ടി സൈഡാക്ക്, ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞു. ഇല്ല ചേട്ടാ, ഞാൻ ഓടിച്ചോളാം. ഇല്ല കുഴപ്പമില്ല, കുറച്ചും കൂടി സ്പീഡിൽ പോകണോടാ, സമയമില്ല, വൈകിയിരിക്കുകയാണ്, 15 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. നേരെ ഞാൻ കയറിയിട്ട് ഞാൻ അങ്ങോട്ട് ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. നല്ല വെടിയും തീയാട്ടി. ഈ വണ്ടി കൈ കൊടുത്താൽ മതി, പറക്കും. അങ്ങനെ ഹോണടിച്ച് മറ്റേ ആംബുലൻസ് പോണ പോലെ പോയി. പെട്ടെന്നൊരു വണ്ടി യു ടേൺ വന്നു. നേരെ ഞാൻ അതിലിടിക്കാതിരിക്കാൻ വേണ്ടി 2 ബ്രേക്കും കയറി അങ്ങ് പിടിച്ചു.